ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് വീഡിയോ. ഞാൻ വന്നിരിക്കുന്നത് സൂപ്പർ ആയിട്ടുള്ള ടൂൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് ഡ്രോൺ ഷോട്ട് എടുക്കണമെങ്കിൽ ഡ്രോൺ വേണ്ട ഗൈസ്, ഡ്രോൺ വേണ്ട, ക്യാമറ വേണ്ട, ആൻഡ് സാറ്റലൈറ്റ് ഒന്നും വേണ്ട. അതിന് ഈ ഒരു ടൂൾ മാത്രം മതി. അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരിക, ബാക്കി അതിന് ശേഷം. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഹിസ്റ്ററി ചാനലുള്ളവർക്കും ട്രാവൽ ചാനലുള്ളവർക്കും ഇനി ഈസി ആയിട്ട് ഡ്രോൺ ഷോട്ടുകൾ എന്ത് ചെയ്യാം, ഡ്രോൺ ഇല്ലാതെ നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സോ അതിനു വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ടൂളാണ് ഗൂഗിൾ എർത്ത് സ്റ്റുഡിയോ എന്നുള്ളത്. ഇതൊരു ഫ്രീ ആയിട്ടുള്ള അനിമേഷൻ ടൂളാണ്. ഗൂഗിൾ എർത്തിന്റെ വ്യൂസ് നമുക്ക് അല്ലെങ്കിൽ 360 ഡിഗ്രിയിലുള്ള ഷോട്ട്സ്, അതും അല്ലെങ്കിൽ ഡ്രോൺ ഷോട്ട്സുകൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് ഗൂഗിൾ എർത്ത് സ്റ്റുഡിയോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ഗൂഗിൾ എർത്ത് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് വരുന്ന ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഗൂഗിൾ എർത്ത് സ്റ്റുഡിയോ. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഒന്ന് സൈൻ ഇൻ ചെയ്യേണ്ടി വരും. സൈൻ ഇൻ ചെയ്യാതെ നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ സൈൻ ഇൻ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഈ ട്രൈ എർത്ത് സ്റ്റുഡിയോ എന്ന് റൈറ്റ് സൈഡ് മുകളിൽ ടോപ്പിലായിട്ട് കാണും. അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അപ്പം ഇങ്ങനെയുള്ള ഒരു വിൻഡോ ആയിരിക്കും വരിക. ഇതിനകത്ത് ഈ ഫയൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ടോ? ലെഫ്റ്റ് സൈഡ് മുകളിലായിട്ട് ഫയൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ താഴത്തായിട്ട് കുറേ ഓപ്ഷൻസ് വരും. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് വൺ ന്യൂ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാങ്ക് പ്രൊജക്ട്, അതിനുശേഷം ക്വിക്ക് സ്റ്റാർട്ട്സ് എന്ന് പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈ 5 ഓപ്ഷൻസ് ആണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾക്ക് എങ്ങനെയാണ് വേണ്ടത്, ഇപ്പോൾ എർത്ത് തൊട്ട് നിങ്ങളുടെ ലൊക്കേഷൻ വരെ അല്ലെങ്കിൽ എൻ്റെ ലൊക്കേഷൻ വരെ എനിക്ക് വ്യൂ കിട്ടണം. സോ അതാണ് ഞാൻ ഫസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യാം? സൂം 2 എന്നുള്ള ഓപ്ഷനിൽ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. സൂം 2. അപ്പോൾ കണ്ടോ, ഇവിടെ നമുക്ക് എന്ത് വന്നു, എർത്ത് വന്നു. സ്റ്റാർട്ടിംഗ് പൊസിഷൻ എങ്ങനെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അവർ ഫസ്റ്റ് അവിടെ കാണിച്ചു തരുന്നത്. ഇതിനകത്ത് നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണോ മനസ്സിലുള്ളത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ എൻ്റെ പ്ലേസ് എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ടൈപ്പ് ചെയ്ത് കൊടുത്തു. ആൻഡ് ആ പ്ലേസ് താഴത്ത് വരും, അത് നമ്മൾ സെലക്ട് ചെയ്യണം. ഞാൻ താഴത്ത് എൻ്റെ പാലക്കാട് കേരള ഇന്ത്യ എന്ന് വന്നിട്ടുണ്ട്. ഞാൻ അത് സെലക്ട് ചെയ്തു. ആൻഡ് അതിനുശേഷം ഇവിടുത്തെ ഗ്രീൻ ബട്ടൺ കണ്ടോ, ആ ഗ്രീൻ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ വരും സ്റ്റാർട്ടിംഗ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വരും. ഇത് എവിടം വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ തന്നെ മതിയോ അല്ലെങ്കിൽ കുറച്ചും കൂടി അടുത്തേക്ക് വരണോ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി, ഇത് വെച്ച് സെലക്ട് ചെയ്യാം. എനിക്ക് ഏറ്റവും ചെറുത് തൊട്ട് വലുത് വേണം. സോ ഞാൻ ചെറുതിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ചോദിക്കുന്നുണ്ട് കണ്ടോ, അത് സൂമായിട്ട് തനിയെ വന്നു. എത്ര സെക്കൻഡിനുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്? 5 സെക്കൻഡിനുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടത് ഒരുപാട് ഫാസ്റ്റ് ആയി. അപ്പൊ നമുക്ക് കുറച്ച് ഫാസ്റ്റ് കുറയ്ക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊരു 10 സെക്കൻഡായി കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഈ 5 സെക്കൻഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അത് മാറ്റിയിട്ട് 10 സെക്കൻഡ് എന്ന് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മൾക്ക് എന്ത് വന്നു, ഏതോ ഒരു പ്ലേസിലേക്ക് വരണ്ടെന്ന് മനസ്സിലായി അല്ലേ? എർത്തുനിന്ന് തുടങ്ങിയിട്ട് ഏതോ ഒരു പ്ലേസിലേക്ക് വരണ്ടെന്ന് മനസ്സിലായി. പക്ഷെ ഏത് പ്ലേസ് ആണെന്ന് വന്നിട്ടില്ല. അപ്പൊ അതൊക്കെ വരുത്തണം. അങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. സോ അതും ഇങ്ങനെയുള്ളൊരു ഓപ്ഷനിലാണ് വരിക. ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഇനി എന്താ കാണുന്നത്, വ്യൂ ആയിട്ട് കാണണം അല്ലേ? ഏതൊക്കെ പ്ലേസസ് ഉണ്ട് എന്നുള്ളത് വ്യൂ ആയിട്ട് കാണണം. അപ്പൊ നമ്മൾക്ക് പോവേണ്ട ഓപ്ഷൻ ഇവിടെ കാണുന്ന ഈ 3rd ഓപ്ഷൻ, ലെഫ്റ്റ് സൈഡ് മുകളിലായിട്ട് കാണുന്ന വ്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കണ്ടോ മാപ്പ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ മാപ്പ് സ്റ്റൈൽ എപ്പോഴും എവറിത്തിങ്ങിലായാലേ എല്ലാം നമുക്ക് കാണാൻ പറ്റൂ. അവിടെ എന്തൊക്കെയോ ഉണ്ടോ, അതായത് നമ്മളുടെ സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് സ്ഥലത്ത് എന്തൊക്കെ ഉണ്ടാവും, റോഡ് ഉണ്ടാവും, പുഴകൾ ഉണ്ടാവും, പാടങ്ങൾ ഉണ്ടാവും, പിന്നെ സിറ്റീസ് ഉണ്ടാവും, ബിൽഡിങ്സ് ഉണ്ടാവും, ഓരോ കോംപ്ലക്സിന്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കുറേ ഇതുണ്ട് അല്ലേ? അപ്പൊ ഇതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ എപ്പോഴും എവറിത്തിങ് എന്നുള്ള ഓപ്ഷനിൽ വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ എവറിത്തിങ്ങിലാണ് കിടക്കുന്നത്, പക്ഷെ എന്നിട്ട് ഒന്നും കാണുന്നില്ല അല്ലെ? അപ്പൊ അതെങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ജസ്റ്റ് അത് എക്സ്പ്ലോറേഷനിലേക്ക് മാറ്റുക. ആൻഡ് ഒന്നുകൂടി വന്നിട്ട് വ്യൂവിൽ ഒന്നുകൂടി വന്നിട്ട് ആ മാപ്പ് സ്റ്റൈലിൽ ഒന്നുകൂടി വന്നിട്ട് അത് പിന്നീട് എന്താക്കുക, എവറിത്തിങ്ങിലാക്കുക. ഇപ്പൊ നോക്കിക്കേ കണ്ടോ, കൺട്രീസിന്റെ പേരൊക്കെ അവിടെ വന്നില്ലേ? ഇന്ത്യ കാണുന്നു, തായ്ലാന്റ് കാണുന്നു, ചൈന, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ബോട്സ്വാൻ, കെന്യ എല്ലാം കാണുന്നു കണ്ടോ. അപ്പൊ എന്ത് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ ജസ്റ്റ് അതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം അതെങ്ങനെയാണ് വരണേന്നുള്ളത്. ഓക്കെ, ഇപ്പൊ എന്ത് വരുന്നുണ്ട്, ഹോട്ടൽ ഉണ്ടെങ്കിൽ ഹോട്ടലിനുള്ള റെസ്റ്റോറന്റ് ഓപ്ഷൻ കാണുന്നുണ്ട്, കോർട്ടിന്റെ ഓപ്ഷൻ കാണുന്നുണ്ട്, അമ്പലത്തിന്റെ ഓപ്ഷൻ കാണുന്നുണ്ട്, ടെമ്പിളിന്റെ ഓപ്ഷൻ കാണുന്നുണ്ട്, അങ്ങനെ കുറെ ഓപ്ഷൻ കാണുന്നുണ്ട്. പക്ഷെ എന്തില്ല, അവിടെ പേരൊന്നും വിസിബിൾ ആയിട്ട് വന്നിട്ടില്ല. അപ്പൊ ഇപ്പോഴും നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം എന്തായിട്ടില്ല, ഫുൾ ആയിട്ടില്ല. അപ്പൊ ഇതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആട്രിബ്യൂട്ട് ആഡ് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ കാണുന്നുണ്ടോ താഴത്ത് ലെഫ്റ്റ് സൈഡ് താഴത്തായിട്ട് ആഡ് ആട്രിബ്യൂട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണും.
ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നോക്കുന്ന സമയത്ത് കുറേ ഓപ്ഷൻസ് ഇവിടെ വരും. ഇതിൽ നമുക്ക് നമ്മൾക്ക് എന്തൊക്കെയാണോ ആ വീഡിയോയിൽ കണ്ടത് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ടിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പൊ എനിക്ക് ഇവിടെ കാണണം, എന്ത് കാണണം, ഞാൻ ഏത് സ്ഥലത്തേക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, പാലക്കാടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ പാലക്കാട് നിന്ന് വിസിബിൾ ആയി കാണണം, അല്ലെങ്കിൽ പാലക്കാടിന്റെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ടും കാണണം അല്ലെങ്കിൽ അറിയണം. അപ്പൊ സോ ഞാൻ ക്യാമറ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്യാമറയുടെ ടാർഗറ്റ് അത് അവസാനം എവിടേക്കാണ്, നമ്മുടെ ലൊക്കേഷൻ എവിടേക്കാണ് എത്തുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യണം, ക്യാമറ ടാർഗറ്റ് ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫീൽഡ് ഓഫ് വ്യൂ, ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കാണണം. അപ്പൊ ഞാൻ ചുറ്റും അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ ടൈം ഓഫ് ദി ഡേ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യും, ആ പിക്ചറിൽ മാറ്റം വരും. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, പിക്ചർ മാറി, വൈകുന്നേരത്താണ്. ഇപ്പൊ ഞാൻ വൈകുന്നേരത്താണ് വീഡിയോ എടുക്കുന്നത്. സോ വൈകുന്നേരത്തിന്റെ ഒരു ഭാവമാറ്റം അവിടെ വന്നു. അപ്പൊ എനിക്ക് ഇത് വേണ്ട, അപ്പൊ ഞാൻ അത് അവോയ്ഡ് ചെയ്തു. ആൻഡ് പിന്നെ ക്ലൗഡ്സ്, നമ്മൾ മുകളിൽ നിന്ന് താഴത്തോട്ടേക്കാണ് പോകുന്നത്. അപ്പൊ ക്ലൗഡ്സ് എന്നുള്ള ഓപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം, ഇരിക്കട്ടെ, ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓഷൻസ് ഒക്കെ ഉണ്ട്, അടുത്തുകൂടെ പുഴകളും നദികളും ഒക്കെ ഒഴുകുന്നുണ്ട്. നദികൾ അടുത്തുകൂടെ എന്തൊക്കെ ഉണ്ട്, സമുദ്രം ഒഴുകുന്നുണ്ട് അല്ലെങ്കിൽ പുഴകൾ ഒഴുകുന്നുണ്ട്. ഇതിന്റെ ഒക്കെ എന്ത് കിട്ടണം, ആ പിക്ചറിൽ വരണം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഓഷൻ ഓവർലേ എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ആൻഡ് 3D ബിൽഡിങ്സ്, ചുറ്റും എന്തുണ്ടാവും, ബിൽഡിങ്സ് ഉണ്ടാവും, അതൊക്കെ നന്നായി കാണണം അല്ലേ. അപ്പൊ 3D ബിൽഡിങ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. പിന്നെ എന്താണ്, റോൾ അഡ്ജസ്റ്റ് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മാറും, ചുറ്റിട്ടൊക്കെ വരും. അപ്പൊ അതിനുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതും ക്ലിക്ക് ചെയ്യാം. ഇതൊക്കെ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്ത ശേഷം ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കുക. നമുക്കൊന്നുകൂടി പ്ലേ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഒന്നുകൂടി പ്ലേ ചെയ്ത് നോക്കാം. അപ്പൊ വരുന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. എന്താ മാറ്റം വന്നേ, എന്താ മാറ്റാ വേണേ, കണ്ടോ, ജില്ലകളുടെ പേര് വരുന്നുണ്ട്, അടുത്തുള്ള സ്ഥലങ്ങളുടെ പേരൊക്കെ അവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്നത് പോസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചുറ്റും വന്നിട്ടുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. കണ്ടോ, ഈ പപ്പഴ കണ്ട പോലെയാണോ, അല്ല, നമ്മുടെ ചുറ്റുമുള്ള പാലക്കാടിന് ചുറ്റുമുള്ള പ്ലേസസ് ഒക്കെ എന്ത് ചെയ്തു, വിസിബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ലൊക്കേഷനൊക്കെ സൂപ്പർ ആയിട്ടും എന്തൊക്കെ പ്ലേസ് എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ പ്ലേസസും എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിസിബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഈസി അല്ലേ, ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി. എന്ത് എഴുതാൻ പറ്റി, ഗ്ലോബിൽ നിന്ന് നേരെ വന്നു, എവിടത്തേക്ക് വന്നു, പാലക്കാട്ടിലേക്ക് വന്നു അല്ലേ, ഈസി ആയിട്ട്. എർത്ത് തൊട്ട് നമ്മളുടെ സ്ഥലം വരെയുള്ളതാണ്. ഇത് എർത്ത് ഷോട്ട് ആണെന്ന് പറയും. ഇതാണ് എർത്ത് ഷോട്ട് അല്ലെ, എർത്ത് നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പൊ എർത്ത് ഷോട്ട് ആയിട്ടാണ്. ഇനി നമുക്ക് എന്ത് വേണം, ഡ്രോണിന്റെ വീഡിയോ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഡ്രോൺ ഷോട്ടാണ് എടുക്കാൻ പോകുന്നത്. സോ അതിനായിട്ട് ആക്ട് ആയിട്ടുള്ള ഓപ്ഷൻ ഇവിടെ ഓർബിറ്റ് എന്നുള്ള ഓപ്ഷനാണ്. സോ ഞാൻ ഓർബിറ്റ് എന്നുള്ള ഓപ്ഷനിലാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം. സേവ് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ നിങ്ങളുടെ പ്രൊജക്ട് എന്ത് ചെയ്യും, ഇതിന്റെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഗൂഗിൾ എർത്ത് സ്റ്റുഡിയോന്റെ ഫ്രണ്ടിൽ കാണാനായിട്ട് പറ്റും. എന്ത് ചെയ്യുക, സേവ് എന്ന് കൊടുക്കുക. അതിന് ഇതിനൊരു പേര് കൊടുക്കുക, ജസ്റ്റ് പാലക്കാട്. ഇപ്പം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇത് ഏത് സെലക്ട് ചെയ്തത്, ഇപ്പോൾ ഏത് ഓപ്ഷനാണ്, ഓർബിറ്റ് ആണ് സെലക്ട് ചെയ്തത് അല്ലേ. ഓർബിറ്റ് സെലക്ട് ചെയ്തു. ആൻഡ് ഇവിടെ വന്നിട്ട് നമുക്ക് ഏത് പ്ലേസ് ആണ് വേണ്ടത്, ഞാൻ പാലക്കാട് തന്നെയാണ് എനിക്ക് വേണ്ടത്. സോ ഞാൻ പാലക്കാട് തന്നെ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൊടുത്ത ശേഷം ഇനി എന്ത് ചെയ്യണം, റൈറ്റ് സൈഡ് കാണുന്ന ഗ്രീൻ ബട്ടണിൽ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇങ്ങനെയാണ് വരിക. കണ്ടോ, ഡ്രോൺ എങ്ങനെയാ പോവുക, ഡ്രോൺ പോകുമ്പോൾ നമുക്ക് താഴത്തുള്ള വിഷ്വൽസ് എങ്ങനെയാണ് കിട്ടുക, അതേപോലെ വിഷ്വൽസ് കിട്ടുന്ന കണ്ടോ, ഇങ്ങനെയാണ് വിഷ്വൽസ് വരുന്നത്. ഇതിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, സ്റ്റാർട്ടിങ് ഇങ്ങനെ വേണ്ട, റേഡിയസ് ഇങ്ങനെ വേണ്ട. ഇതിനകത്ത് 4 ഓപ്ഷനിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം. റേഡിയസിലുള്ള മാറ്റം വരുത്താം, ടാർഗറ്റ് ഓൾട്ടിറ്റ്യൂഡിൽ മാറ്റം വരുത്താം, ഓൾട്ടിറ്റ്യൂഡിലും സ്റ്റാർട്ടിങ് എവിടെ നിന്ന് സ്റ്റാർട്ടിങ് തുടങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ ഇപ്പൊ നോക്കുകയാണ്, ഫസ്റ്റ് വൺ എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ളത്, ഇങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ളത്. ഇതിൽ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ ഇത് കൂടി ഉയരത്തുനിന്ന് വേണം അല്ലെങ്കിൽ കുറച്ചും കൂടി താഴത്തുനിന്ന് വേണം, അങ്ങനെയുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് റേഡിയസിന് മാറ്റാം. ഞാൻ ജസ്റ്റ് റേഡിയസിൽ മാറ്റം വരുത്തി കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ മതി, എനിക്ക് ഇവിടെ തൊട്ട് മതിയെങ്കിൽ അതിനനുസരിച്ച് വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ എനിക്ക് മതിയെങ്കിൽ അങ്ങനെ വെക്കാം. കണ്ടോ, ഓരോ പ്ലേസും നോക്കിക്കേ, നമ്മൾ ഡ്രോണിലെടുത്ത പോലെ തന്നെ എത്ര ക്ലീൻ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ, ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾക്ക് എത്ര റേഡിയസിൽ വേണം, കുറച്ച് മുകളിൽ നിന്ന് വേണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചെയ്യാം, അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ അടുത്തുനിന്ന് വേണം തുടങ്ങുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം. ഞാൻ കുറച്ച് മുകളിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, എനിക്ക് ഈ ഒരു ലെവലിലാണ് വേണ്ടത് എന്നിട്ട് ഞാൻ ആക്കുന്നുണ്ട്. പിന്നെ ടാർഗറ്റ് ഓൾട്ടിറ്റ്യൂഡ് അതിലും മാറ്റം വരുത്തുന്നെങ്കിൽ അതിലും മാറ്റം വരുത്താം. പിന്നെ അടുത്ത് കുറച്ചും കൂടി അടുത്ത് നല്ല ഡീപ്പായിട്ട് അടുത്തുനിന്ന് വേണം. പക്ഷെ ഡീപ്പായി അടുത്തുനിന്ന് വരുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ക്ലാരിറ്റി കുറച്ച് ഇഷ്യൂ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അത്ര അടുത്തുനിന്ന് വേണ്ട, ഒരു ഏകദേശം എന്തെങ്കിലും ഡ്രോൺ ചുറ്റുന്ന സമയത്ത് നമ്മൾ അത്രയും അടുത്ത് പോയി എടുക്കില്ലല്ലോ. മുകളിൽ നിന്ന് എല്ലാം കാണുന്നതെന്ന് വെച്ചാൽ ഒരു പ്ലേസ് മൊത്തം കാണുന്ന വെച്ചാൽ നമ്മൾ മുകളിൽ നിന്നിട്ടാണ് എന്ത് ചെയ്യുക, ഷൂട്ട് ചെയ്യുക. അപ്പൊ അതേപോലെ നമുക്ക് എടുക്കാം. പിന്നെ ക്ലോക്ക് വൈസ് വേണമെങ്കിൽ നമുക്ക് ക്ലോക്ക് വൈസിൽ ചുറ്റാം. ക്ലോക്ക് വൈസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, അതെങ്ങനെ തന്നെ ചുറ്റും, ഇങ്ങനെ പ്ലേസിൽ നിന്നിട്ട് ഇങ്ങനെ ചുറ്റും.
അതല്ലെങ്കിൽ ആ ക്ലോക്ക് വൈസ് വേണ്ടാന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ വരുന്ന പോലെ ആയിരിക്കും അത് വരിക. നമുക്ക് ജസ്റ്റ് നോർമലായിട്ട് ക്ലോക്ക് വൈസ് അല്ലാതെ ഒന്ന് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തു. നിങ്ങൾക്ക് ഇത് എത്ര സെക്കൻഡ് വേണം? ഇപ്പം 50 സെക്കൻഡ് ഒക്കെ വന്നിട്ട് ഒരുപാടാവും അല്ലേ വീഡിയോ? അത്രയൊന്നും വേണം. നമുക്കൊരു 20 സെക്കൻഡ് ഒരു 25 സെക്കൻഡിൽ വെക്കാം. ഞാൻ ഇപ്പോൾ 20 സെക്കൻഡിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അപ്ലൈ ചെയ്ത പോലെ തന്നെ ഇവിടെ വ്യൂവിനകത്ത് പോവുക. ആൻഡ് ഈ മാപ്പ് സ്റ്റൈലിനകത്ത് പോയിട്ട് ഇവിടെ വന്നിട്ടില്ല, പ്ലേസിന്റെ പേരൊന്നും വന്നിട്ടില്ല. സോ നമ്മൾ അതിൽ എന്ത് ചെയ്യണം? ഒന്ന് കൊടുക്കണം. സോ എക്സ്പ്ലോറേഷനിൽ ആദ്യം കൊടുക്കുക, പിന്നീട് എന്ത് ചെയ്യുക? എവറിത്തിങ്ങിൽ കൊടുക്കുക. നിങ്ങൾക്ക് എക്സ്പ്ലോറേഷൻ ആണ് വേണ്ടത് വെച്ചാൽ എക്സ്പ്ലോറേഷനിൽ കൊടുക്കാം. പക്ഷെ നിങ്ങൾക്ക് അവിടെയുള്ള റോഡും പുഴകളും അങ്ങനെയുള്ള ഈച്ച് ആൻഡ് എവറിത്തിങ് കാണണമെങ്കിൽ നിങ്ങൾ എവറിത്തിങ്ങിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് ആയിട്ട് വരാം. ഓക്കെ, അതിനുശേഷം ഇവിടെ ആഡ് ആട്രിബ്യൂട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ അപ്ലൈ ചെയ്ത പോലെ തന്നെ ഇപ്പോഴും എന്ത് ചെയ്യാം? ക്യാമറ ടാർഗറ്റ്, ഫീൽഡ് ഓഫ് റിവ്യൂ, ക്ലൗഡ്സ് ഇവിടെ വേണ്ട, ക്ലൗഡ്സ് ഇല്ലല്ലോ, താഴത്തല്ലേ. പിന്നെ ഓഷൻ, 3D ബിൽഡിങ്സ്, റോള്, ഇതൊക്കെ ക്ലിക്ക് ചെയ്യുക, ഡണ്ണ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്തേ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം, എങ്ങനെയാണ് വന്നിരിക്കുന്നത്, കറക്റ്റ് ആണെന്ന് നോക്കാം. ഓക്കെ, ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്, കണ്ടോ? ഇപ്പോൾ ഓരോ പ്ലേസസും എന്ത് ചെയ്യുന്നുണ്ട്? കറക്റ്റായിട്ടും വൃത്തിക്ക് വന്നിട്ട് ഓരോ പ്ലേസസും എന്ത് ചെയ്യുന്നുണ്ട്? ഡ്രോൺ ഷോട്ടിൽ എടുത്ത പോലെ തന്നെ ഓരോ സ്ഥലത്തിൻ്റെയും ഓരോ ലൊക്കേഷൻസും അവിടെ വൃത്തിയായി കാണിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വിഷ്വൽസ് ക്യാപ്ചർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണ്ട? ഡ്രോൺ വേണ്ട. ഡ്രോൺ ഇല്ലാതെ ഹിസ്റ്ററി ചാനൽ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ട്രാവൽ ചാനലുകൾ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം? ഈ ഡ്രോൺ ഇല്ലാതെ സൂപ്പറായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരൊറ്റ ടൂള് മാത്രം മതി. ഫ്രീ ആണ്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഡ്രോൺ ഷോട്ട് ഇങ്ങനെ ക്യാപ്ചർ ചെയ്തെടുക്കാം. ഡ്രോൺ ഷോട്ട് എങ്ങനെയാണ് ക്യാപ്ചർ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ഓപ്ഷൻസ് നോക്കി. എർത്തിൽ നിന്ന് നമ്മളുടെ പ്ലേസിലേക്ക് വരുന്നത്, അതിന് പ്ലേസിൽ വന്നിട്ട് എന്തെങ്കിലും ഡ്രോൺ ഷോട്ട് എടുക്കുന്നതായിട്ടുള്ള ഷോട്ട്സ് ആണ് നമ്മളിപ്പോൾ എടുത്തത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള 3 ഓപ്ഷൻസ് കൂടെ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഫയലിനകത്ത് പോവുക, ന്യൂക്കകത്ത് പോവുക. നമ്മൾ ഓൾറെഡി സൂമും ഓർബിറ്റും നോക്കി. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് നമുക്ക് പോയിന്റ് ടു പോയിന്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇതെന്താണെന്ന് വെച്ചാൽ 2 സ്ഥലങ്ങൾ തമ്മിൽ, ഈ സ്ഥലം തൊട്ട് നിങ്ങൾക്ക് വേറൊരു സ്ഥലം വരെ മാത്രം ഷോട്ട് മതിയെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം? 2 സ്ഥലങ്ങൾ തമ്മിലുള്ള ഷോട്ട്സും ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാനായിട്ട് പറ്റും. സോ നമ്മൾക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇപ്പോൾ ഞാൻ എവിടെ നോക്കുന്നത്? 2 സ്ഥലങ്ങൾ നോക്കും. ഞാൻ ഇടുക്കി തൊട്ട് പാലക്കാട് വരെ നോക്കുന്നുണ്ട്. സോ ഞാൻ ഇടുക്കിന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു, ഇടുക്കി കേരള സെലക്ട് ചെയ്ത് കൊടുത്തു, ആരോയിൽ ക്ലിക്ക് ചെയ്തു. രണ്ടാമത്തെ ഏതാണ്? എനിക്ക് പാലക്കാടാണ് വേണ്ടത്. സോ ഞാൻ പാലക്കാട് ടൈപ്പ് ചെയ്ത് കൊടുത്തു, അത് സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക? നോർമലി അപ്ലൈ ചെയ്ത പോലെ തന്നെ ക്ലിക്ക് ചെയ്യുക ആൻഡ് റൈറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? 2 സ്ഥലങ്ങൾ തമ്മിലുള്ളത് കിട്ടി. ഇനി ആ സ്ഥലങ്ങൾ തമ്മിൽ നമ്മൾ ഓൾറെഡി ചെയ്ത പോലെ തന്നെ നമ്മൾ വ്യൂവിൽ പോവുക, എക്സ്പ്ലോറേഷൻ കൊടുക്കുക, എവറിത്തിങ്ങിൽ കൊടുക്കുക. പിന്നെ ആഡ് ആട്രിബ്യൂട്ട് എന്ന് കൊടുക്കുക. ക്യാമറ വേണം, ഫീൽഡ് വ്യൂ വേണം, ഓഷൻ ഓവർലേ വേണം, 3D ബിൽഡിങ്സ് ഉണ്ടെങ്കിൽ വേണം, റോളും ചെയ്യണം. ഓക്കെ, ഇത് ഡണ്ണ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നോക്കാം നമ്മുടെ വീഡിയോ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന്. ഓക്കെ, അപ്പോൾ ഇത് ഇടുക്കിയിൽ നിന്ന് തുടങ്ങി നേരെ എങ്ങോട്ടാണ് പോണേ? പാലക്കാട്ടിലേക്ക് പോയി അല്ലേ? പാലക്കാട് അത്യം നമ്മൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് അതൊന്ന് പോസ് ചെയ്തിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അത് അറിയാനായിട്ട് പറ്റും കേട്ടോ. ഈ വീഡിയോൻ്റെ ലെങ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാനായിട്ട് പറ്റും. അത് വേണമെങ്കിൽ കൂട്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മെല്ലെ കുറച്ചും കൂടി സ്ലോ മോഷനിൽ വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി സ്ലോ ആയിട്ട് വെക്കുക. ഈ എൻഡിങ്ങിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പ്ലേസ് എവിടെ എത്തി എന്നുള്ളത് അറിയാനായിട്ട് പറ്റും. ഓക്കെ, പാലക്കാടാണ് എത്തിയിട്ടുള്ളത്. ഇത് പാലക്കാടാണ്, പാലക്കാട് ഫോർട്ട് കണ്ടോ? ഇത് പാലക്കാടാണ് എത്തിയിട്ടുള്ളത്. സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? ഇടുക്കിയിൽ നിന്നാണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇടുക്കിയാണെന്ന് നമുക്കറിയണ്ടേ? സ്റ്റാർട്ടിങ് പോയിന്റ് കാണിച്ചു തരാം. എന്തുണ്ടോ? ഇടുക്കി വൈൽഡ് ലൈഫ് സെഞ്ചുറി കണ്ടോ? രണ്ട് പ്ലേസ് തമ്മിലുള്ള ഷോട്ട് കിട്ടാൻ ഈസി അല്ലേ? ഇടുക്കി തൊട്ട് എവിടെ വരെ കിട്ടി? പാലക്കാട് വരെ കിട്ടി. ഇതേപോലെ നിങ്ങൾക്ക് ഏത് പ്ലേസ് ടു ഏത് പ്ലേസ് വേണം നിങ്ങൾക്ക് കൊടുക്കാം, ഈസി ആയിട്ട് കിട്ടും. അടുത്തുള്ള ഓപ്ഷൻ ഇതിന് അതേപോലെ ഫയലിനകത്ത് പോവാ, ന്യൂ, ഇത് നോക്കി ഓർബിറ്റ് നമ്മൾ ഓൾറെഡി സൂം നോക്കി, പോയിന്റ് നോക്കി, ഓർബിറ്റ് നോക്കി. ഇനി സ്പൈറൽ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ നോക്കാം. സ്പൈറൽ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് 2 കോളമായിട്ടാണ് വരിക. ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഒരു കോളം വരും, സെക്കൻഡ് ഷോട്ടിന്റെ കോളം വരും. ഇതിൽ ഫസ്റ്റ് അകത്ത് വരുന്ന സമയത്ത് ഒരു ലൈൻ ഉണ്ട്, ആ ലൈനിൽ കൂടെ മാത്രം അത് ചുറ്റും. ആ ലൈൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റേഡിയസ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാനായിട്ട് പറ്റും. അത് കുറച്ചും കൂടി അടുത്തൂടെ വന്ന് ചുറ്റണം, അല്ലെങ്കിൽ കുറച്ചും കൂടി ദൂരെ പോയി ചുറ്റണം. ഇത്രയും റേഡിയസിൽ വേണ്ട, എനിക്ക് കുറച്ചും കൂടി വലുതായിട്ടുള്ള വൈഡ് ആയിട്ടുള്ളത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് ഇവിടെ മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാനാണ്. ഇവിടെ സ്റ്റാർട്ടിങ് എവിടെ നിന്ന് തുടങ്ങണം?
ഏറ്റവും അടുത്തുനിന്ന് തുടങ്ങണമെങ്കിൽ അടുത്തുനിന്ന് കൊടുക്കാം, ഏറ്റവും ദൂരം നിന്ന് തുടങ്ങണമെങ്കിൽ ദൂരത്ത് നിന്ന് കൊടുക്കാം. നമുക്ക് ദൂരത്തിൽ നിന്ന് അടുത്തേക്ക് വേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുള്ള പ്ലേസ് മാത്രം കാണിക്കാനായിട്ടാണ് ഈ ഷോട്ട് വരുന്നത്. സോ നമുക്ക് അടുത്തുള്ളതാണ് സെലക്ട് ചെയ്യുക. അടുത്തുള്ള സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. എന്നാൽ ഒരുപാട് അടുത്ത് വേണ്ട, ഒരു മീഡിയം സൈസിൽ. പിന്നെ എൻഡിങ് എവിടെ വേണം എന്നുള്ളത് നമുക്ക് അവിടെ കൊടുക്കാം. എൻഡിങ് അടുത്തായിട്ട് വേണോ അല്ലെങ്കിൽ ദൂരമായിട്ട് എൻഡിങ് മതിയോ എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ ആംഗിൾ എങ്ങനെ വേണം, മുകളിൽ നിന്ന് കുത്തനെ വേണോ അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മതിയോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്താൽ കൊടുക്കാനായിട്ട് പറ്റും. ഞാൻ ഇത് മാറ്റുന്ന സമയത്ത് കണ്ടു, ശ്രദ്ധിച്ച് നോക്കി അറിയാനായിട്ട് പറ്റും. അതിന്റെ പൊസിഷൻ മാറുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. കണ്ടോ? പിന്നെ എന്താണ്, അതേപോലെ ഓൾട്ടിറ്റ്യൂഡിന്റെയും വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് എങ്ങനെ വന്നു നോക്കാം. ഓക്കെ, ഇതിന്റെ ടൈം നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഇവിടെ 25 സെക്കൻഡ്സിൽ തന്നെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ ടിക്ക് കൊടുക്കുന്ന സമയത്ത് ടിക്ക് കൊടുക്കുക. അതേപോലെ നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണണം. സോ ഇതിനകത്ത് പോവുക, എവറിത്തിങ് പോകും. മാപ്പിനകത്ത് പോയിട്ട് മാപ്പ് സ്റ്റൈലിനകത്ത് എവറിത്തിങ് പോവുക. ആട്രിബ്യൂട്ടിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് വേണ്ട ആട്രിബ്യൂട്ട് ഏതൊക്കെയാണ് അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ അതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്ലൗഡ്സ് ഇല്ല, ക്ലൗഡ്സ് വേണ്ട. ഓഷ്യൻ വേണം, 3D ബിൽഡിങ്സ് ഉണ്ടെങ്കിൽ വേണം, റോഡും വേണം. ഓക്കെ, ഇതെല്ലാം സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം അല്ലേ, എങ്ങനെ വന്നു എന്ന്. ഓക്കെ, പ്ലേ ചെയ്ത് നോക്കുന്നുണ്ട്. കണ്ടോ? അപ്പൊ ആ ഒരു റേഡിയസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്ര നീറ്റായിട്ട് ആ വ്യൂ വന്നിട്ടുണ്ട്. നോക്കിക്കേ, സൂപ്പർ അല്ലേ? നോക്കിക്കോ, ഒരു പ്ലേസ് വരെ അല്ലെങ്കിൽ ഒരു വീട് വരെ അത് ക്ലിയർ ആയിട്ട് അറിയുന്നുണ്ട്. ഇപ്പൊ പാലക്കാടിലുള്ള ഒരാൾക്കാരെന്ന് വെച്ചാൽ അയാളുടെ വീട് എവിടെയുണ്ടെന്ന് കറക്റ്റായി കണ്ടുപിടിക്കാൻ പറ്റും. ഓരോ റോഡും ഓരോ പ്ലേസസും ഓരോ കോംപ്ലക്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വൃത്തിക്ക് അറിയുന്നുണ്ട്, സൂപ്പറായിട്ട് അറിയുന്നുണ്ട് അല്ലേ? എത്ര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം നിങ്ങളത് മിസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം കേട്ടോ. അപ്പം നമുക്ക് ലാസ്റ്റുള്ള ഒരു ഓപ്ഷൻ കൂടി നോക്കാം. ഇനിയുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഫയലിനകത്ത് പോവുക, ഫ്ലൈ ടു ആൻഡ് ഓർബിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഏത് പ്ലേസ് ആണ് വേണ്ടത്, പാലക്കാട് സെലക്ട് ചെയ്യുക. കണ്ടോ? ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ എർത്ത് തൊട്ട് വരില്ല, പക്ഷെ എന്ത് ചെയ്യും, മുകളിൽ നിന്നിട്ട് താഴത്തോട്ട് വന്നിട്ട് താഴത്തു നിന്ന് ഒരു സർക്കിൾ അടിക്കുന്ന പോലെ. അതായത് എർത്ത് ഷോട്ടും വരുന്നുണ്ട്, പ്ലസ് അതിന്റെ കൂടെ ഡ്രോൺ ഷോട്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഫോമാണ് ഇത് വരുന്നത്. ഫ്ലൈ ടു ഓർബിറ്റ് എന്നുള്ള ഓപ്ഷനിലാക്കി വരുന്നത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇത് ചെയ്യാം. ഇതിലും ഓരോന്നും നിങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം നമുക്കത് എങ്ങനെ വേണമെന്ന് നോക്കാം. അതോടെ നോക്കാം. കണ്ടോ? ഇത് മുകളിൽ നിന്ന് ഇങ്ങനെ വന്ന് താഴത്ത് വന്നിട്ട് എന്ത് ചെയ്യാണ്, ഒന്നുകൂടി ഡ്രോണ് ചുറ്റണ പോലെ ചുറ്റാണ് അല്ലേ? നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നില്ലേ? ബേസിക്കായിട്ട് നമ്മൾ ഗൂഗിൾ എർത്ത് സ്റ്റുഡിയോ എടുക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യും, ഡ്രോൺ ഷോട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും എർത്ത് ഷോട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാതെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഒരുപാട് വൈഡായിട്ടൊന്നും അത് പറയുന്നില്ല. ഹിസ്റ്ററി ബേസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നവർക്കായാലും ട്രാവൽ ബേസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നവർക്കായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ടൂളാണ് ഇത്. അപ്പൊ എല്ലാവരും ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വേഗം കാണാം ഗൈസ്. ബൈ.